വാഴ 2 പടം കണ്ടിങ്ങനെ മനസ്സ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഈ പടത്തിനൊരു റിവ്യൂ പറയല്ല. പക്ഷെ ആ പടം കണ്ടിങ്ങനെ ഇറങ്ങിയപ്പോൾ മനസ്സിങ്ങനെ നിറഞ്ഞു വരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ആരുടെ അടുത്ത് ഇങ്ങനെ പറയണം, ഷെയർ ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇപ്പം നമ്മളെ ഒരുപാട് ഇങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ആംഗിളുകൾ കൊണ്ട്, ഭയങ്കര ട്വിസ്റ്റുകൾ കൊണ്ട്, സർപ്രൈസിങ് എലമെന്റുകൾ കൊണ്ടൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന കുറേ പടങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിൽ അതിനകത്തൊക്കെ ഉള്ള കുറേ സിനിമകളുണ്ട്. പക്ഷേ ആ പ്യുവർ ലൈഫ് കാണിച്ച്, ബേസിക് ലൈഫ് കാണിച്ച്, ജീവിതം എന്താണ് ഹാപ്പിനെസ്, എന്താണ് ചുറ്റുമുള്ള മനുഷ്യര്, നമ്മളുടെ ലൈഫ് എന്താണെന്ന് ബേസിക് ലൈഫ് കാണിച്ച് ഒരു പടം നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്നുണ്ടെങ്കിൽ അത് ഈ പടമാണ്, വാഴ 2 ദ ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സിനിമ എന്നതിനപ്പുറത്തേക്ക് ലൈഫ് കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പടത്തിന് ടിക്കറ്റ് എടുക്കണം, ഈ പടം തിയേറ്ററിൽ കാണണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പടം. കാരണം അത് ഭയങ്കരമായ സർപ്രൈസിങ് ട്വിസ്റ്റുകൾ കൊണ്ടോ, അതിന് സർപ്രൈസിങ് എലമെന്റുകൾ കൊണ്ടോ, ടെക്നിക്കുകൾ കൊണ്ടോ, അങ്ങനെയൊക്കെ അതൊക്കെ വേറൊരു ആംഗിളാണ്. പക്ഷേ ലൈഫ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തണുത്തുറഞ്ഞിങ്ങനെ പോവുകയാണ്. എന്തുമാത്രം ഗ്രേറ്റ്ഫുൾ ആവണം നമ്മുടെ ലൈഫിന് വേണ്ടി എന്ന് നമ്മളറിയാതെ എന്തുമാത്രം മനുഷ്യരാണ് നമ്മളിങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഒരു മൊമെന്റ്സിലേക്ക് നമ്മളിങ്ങനെ ആഴ്ന്നു പോകും. സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മളിങ്ങനെ തരിച്ചു പോവുകയാണ്. കാരണം നമ്മൾ സിനിമയിൽ ഈ ആങ്ങളെയും പെങ്ങന്മാരും, പെങ്ങന്മാര്, അവരുടെ ആ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഒത്തിരി പോർട്രയൽസ് വന്നിട്ടുണ്ടാവും. പക്ഷെ ചേട്ടനും അനിയനും തമ്മിലുള്ള അങ്ങനെയുള്ള ആ ഒരു സഹോദരന്മാർ തമ്മിലുള്ള ആ ഒരു റിയൽ ബോണ്ടിങ്, വേണ്ടി വന്ന രണ്ട് തെറിവ് അറിയാനും, പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ ഊക്കി വിടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും, അങ്ങനെയൊക്കെ നമ്മൾ പോവെങ്കിലും, പക്ഷെ ആ റിയൽ ബോണ്ട് അത് ദാറ്റ്സ് സിനിമ കാണണം. പിന്നെ ഇപ്പൊ സഹോദരങ്ങളില്ലെങ്കിൽ, നമ്മൾ സഹോദരങ്ങളെ കണക്കിന് നമ്മൾ സ്നേഹിക്കുന്ന നമ്മളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കുള്ളതാണ്. നമ്മളിങ്ങനെ അതിന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാതെ ഇങ്ങനെ അവരുടെ കൈ ഇങ്ങനെ നമ്മളിങ്ങനെ മുറുക്ക പിടിക്കും. ഒരു നന്ദി പറയും മനസ്സുകൊണ്ട് കൂടെ പിറന്നതിന്. നമ്മൾ മഞ്ഞുമല്ലിൽ പാടും, കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ നമ്മൾ പാടുമ്പോൾ, കൂടെ പിറന്നവരിങ്ങനെ തുണയായിട്ട് നിൽക്കുന്ന ഒരു കാലത്തിന് വേണ്ടി നമ്മളിങ്ങനെ കൊതിക്കുകയും നന്ദി പറയുകയും ചെയ്യും. നല്ല സൗഹൃദത്തിന് വേണ്ടി നമ്മൾ നിന്ന് പറയും. അപ്പോൾ ഡു വാച്ച് ദിസ് മൂവി. കരയാൻ, കണ്ണ് നിറഞ്ഞ് സന്തോഷിക്കാൻ വാഴ 2 ദ ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് കാണുക. യു വിൽ ഫീൽ യുവർ ഹാർട്ട് വിത്ത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ.